VHP നേതാവായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ECIR രജിസ്റ്റർ ചെയ്ത് സ്വർണ്ണ കവർച്ചയിൽ ED കേസെടുത്തിരിക്കുകയാണ്. 15 പ്രതികളാണുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം. എന്തായാലും ഇനി മറ്റൊരു തലത്തിലേക്ക് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് മാറുകയല്ലേ? അതെ, തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. FIR ആദ്യം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം ECIR വന്നു. ഇനിയും ഇത് CBIയുടെ ഒരു അന്വേഷണം കൂടി പൂർത്തിയാകുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹം പൂർത്തിയാകുന്നത്. ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോഴും എല്ലാ കാലത്തും ശബരിമല ഇവരുടെ ഒരു വിഹാര കേന്ദ്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കുക, പാർട്ടി വളർത്തുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ആത്യന്തികമായ ലക്ഷ്യം. ഭക്തിയില്ല, വിശ്വാസമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ദേവസ്വം ഭരിക്കണം, ദേവസ്വത്തിൽ കൈയിട്ട് വാരണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വ്യക്തികളിലേക്ക് ഇതിന്റെ അന്വേഷണം കൃത്യമായിട്ടും ഭംഗിയായും എത്തുകയും ഇവരുടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള നിലവിലെ അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു കളങ്കിതമായ വ്യക്തിത്വമാണ്. മണിച്ചന്റെ മാസപ്പടി ഡയറിയിൽ കയറിപ്പറ്റിയ ഒരു സ്ത്രീയുമായിട്ടുള്ള അശ്ലീല സംഭാഷണം പുറത്തു വന്നിട്ടുള്ള കളങ്കിത വ്യക്തിത്വമാണ്. അയാൾക്ക് യാതൊരു നാണവുമില്ല. ഇത്തരത്തിൽ കളങ്കിതനായ ഒരു വ്യക്തി എത്രമാത്രം കോടിക്കണക്കിന് രൂപ ശബരിമലയെ കേന്ദ്രമാക്കി വെട്ടിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ എൻഫോഴ്സ്മെന്റിനോടൊപ്പം CBIയും ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് വരണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഹർജികളുണ്ട്. ആ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇതിന്റെ അന്വേഷണം CBIയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ദൈവതുല്യരായ വ്യക്തികളിലേക്കും ഇതിന്റെ അന്വേഷണം ചെന്നെത്തും. അത് ചിലപ്പോൾ പിണറായിയിൽ വരെ ചെന്നെത്തിയെന്നിരിക്കാം. അതുകൊണ്ട് ഇത് CBIയുടെ അന്വേഷണം കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. ശബരിമലയിൽ നിന്നും ബാക്കി ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഓരോ ദിവസവും അയ്യപ്പ ഭഗവാൻ എല്ലാ ദിവസവും ഇതിനെ ഹൈക്കോടതിയേക്കാൾ കൂടുതൽ ഈ കേസിന്റെ മേൽനോട്ടം ഇപ്പോൾ നിർവഹിക്കുന്ന അയ്യപ്പ ഭഗവാൻ തന്നെയാണ്. ആ അയ്യപ്പ ഭഗവാന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം കൃത്യമായി പോകുമെന്നും കൃത്യമായ അന്വേഷണം നടക്കുമെന്നും കൃത്യമായ രീതിയിൽ കൃത്യമായ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തുമെന്നുമുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിൽ കള്ളന്മാരുടെ കള്ളപ്പണം കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ.